Hey guys, welcome back. ഇന്നൊരു റെയിനി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നീച്ച് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഫാമിലി തന്നെയായിരുന്നു, അതുകൊണ്ട് നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്ന്. അപ്പോൾ ഞാൻ വേഗം തന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് ഷെൽഫിൻ്റെ ഡോറിലൊക്കെ അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഫ്രഷ് ആകാൻ പോയി. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പോകുമായിരുന്നു. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ബേബീൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഗേൾസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള, പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സാകുമ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ അൺബോക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെയൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു 5 മണി ആ ടൈമിലാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു അർജൻറ്റ് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു, നാളെ കൊടുക്കണ്ടായിരുന്നു. ഒരു കീ ചെയിൻ ആയിരുന്നു. അപ്പോൾ അത് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എനിക്കങ്ങനെ ക്ലീൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പണിയിലേക്കൊക്കെ നിൽക്കാൻ. അപ്പം ഞാൻ വേഗം തന്നെ ഇതൊന്ന് തീർക്കട്ടെ കേട്ടോ. കീ ചെയിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്തിടണം, സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ഓർഗനൈസറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം അതുപോലെ ഡെസ്കിൻ്റെ മേലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്നൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പണി വരില്ല കേട്ടോ. തീരെ ക്ലീൻ ചെയ്യാതെ അങ്ങനെ ഇട്ടാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ വൃത്തിയിടാം. പിന്നെ അത് പോയി കിട്ടാൻ തന്നെ നല്ല പണിയായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തോട്ടെ, എനിക്ക് വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബോട്ടിലിൽ വെള്ളം തന്നെയാണ് കേട്ടോ. ഞാൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഫ്രെയിം വർക്കൊക്കെ കിട്ടുമ്പോൾ വേഗം റൂമിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അടുക്കളയിൽ പോയിട്ട് അങ്ങനെ വെള്ളം എടുത്തൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ അങ്ങനെ ആക്കി വെക്കും. പിന്നെ അതടിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാറാണ്. അപ്പോൾ ഒന്നും കൂടി ഈസി ആയി തോന്നിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അതോടെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്താ ഷെൽഫിൻ്റെ ഉള്ളിൽ ഒന്ന് പൊടിയും തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ പിന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.